അമ്മേ ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ഒരു യൂട്യൂബിന്റെ തമ്പാണ്. അതൊന്ന് കണ്ടിട്ട് എന്താണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞുതരാമോ? ഗിരിജയുടെ മരുമകൾ രാത്രി ഓടിക്കയറിയത് ഇവിടെ. അയൽക്കാരാണ് പോലീസിൽ എത്തിച്ചത്. നടന്നത് ക്രൂരപീഡനം എന്നാണ് ഇതിൽ തമ്പിൽ കൊടുത്തേക്കുന്നത്. ഇതിലെന്താ സത്യാവസ്ഥ ശരിക്കും? ഇതിൻ്റെ സത്യാവസ്ഥ നമ്മുടെ യൂട്യൂബിനകത്തെല്ലാം നോക്കിയാൽ കാണാം. എന്ന് വെച്ചാൽ എൻ്റെ മരുമോടെ കല്യാണത്തിൻ്റെ വീഡിയോ അതിൻ്റെ പിറ്റേന്നാണ് കൂടുതലും ഇൻ്റർവ്യൂവിന് ആൾക്കാർ വന്നത്. അപ്പം എൻ്റെ മരുമോൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പീഡനം നടന്ന് ഓടിപ്പോയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബർമാർ വരുമ്പോൾ എൻ്റെ കുഞ്ഞിവിടെ കാണുമോ? കാണത്തില്ല. അപ്പം അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് നിങ്ങൾ ഒത്തിരി യൂട്യൂബ് അത് ഇവരുടെ കല്യാണം ഒരുപാട് വൈറലായതാ. കല്യാണത്തിൻ്റെ അന്നും അത് കഴിഞ്ഞു ഇഷ്ടം പോലെ ആൾക്കാർ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട്. എല്ലാ ചാനലിലും അത് കിടപ്പുണ്ട്. അവരുടെ പേരടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം അതിനകത്ത് തന്നെ ഇൻ്റർവ്യൂവിന് അവൾ എന്നെക്കുറിച്ചും അവളുടെ ഭർത്താവിനെക്കുറിച്ചും ഈ സ്ഥാപനത്തെക്കുറിച്ചും അവൾ പറയുന്നുണ്ട്. അപ്പം അത് നോക്കിയാൽ അതിൻ്റെ ഉത്തരം അതിനകത്ത് തന്നെ ഉണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു ഉത്തരത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു സംഭവം, ഒരു പീഡനം നടന്നൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവൾ ഇവിടെ കാണുമോ? സ്റ്റേഷനിൽ അവർ എത്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അത് കേസെടുത്ത് പീഡനമാകുമ്പോൾ എന്തൊരു വലിയ കേസാണ്. പിന്നെ അവളുടെ ഭർത്താവും കൂട്ടുകാരും കൂടെ പീഡിപ്പിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ജയിലിലാവത്തില്ലേ? അവരുടെ ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തും അവർ എത്ര സന്തോഷത്തോടെ അവർ ഓരോ വീഡിയോ ഇട്ടേക്കുന്നത്. പീഡനം നടന്നൊരു കുട്ടിയാണെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ അതിനകത്ത് പോസ്റ്റ് ചെയ്യുമോ?